ഇറാൻ എന്ന സ്വതന്ത്ര പരമാധികാര രാഷ്ട്രത്തിനു മേൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തിയ അധിനിവേശത്തിന് ഇപ്പോൾ 40 ദിവസം തികഞ്ഞിരിക്കുകയാണ്. ഈ 40-ാം ദിവസം ഒരു ആക്രമണങ്ങൾക്ക് ഒരു അർദ്ധവിരാമം ഉണ്ടായിരിക്കുകയാണ്. തൊട്ടു തലേ ദിവസം 39-ാമത്തെ ദിവസം ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഇറാൻ്റെ മോൾ എല്ലാ രീതിയിലുമുള്ള പൂർണ്ണമായി നശിപ്പിക്കുന്ന രീതിയിലുള്ള ആക്രമണം നടത്തും എന്നാണ് പറഞ്ഞത്. എന്നാൽ ഇറാനാകട്ടെ അതിനെ പൂർണ്ണമായി നേരിടാൻ തന്നെ സജ്ജരായിട്ട് ഒരുപക്ഷെ ഇറാനിലെ മുഴുവൻ ജനങ്ങളെയും അണിനിരത്തിക്കൊണ്ട് അവരുടെ പാലങ്ങളും അവരുടെ ആശുപത്രികളും അവരുടെ സ്കൂളുകളും സംരക്ഷിക്കും എന്നൊരു പ്രതിജ്ഞ എടുത്തുകൊണ്ട് അവരെല്ലാവരും ഇസ്രായേൽ ജനങ്ങൾ സൈറൺ വരുമ്പോൾ ബങ്കറുകളിലേക്ക് കൂടുകയാണ് ചെയ്യുന്നത്. നേരെ മറിച്ച് ഇറാനിൽ നമ്മൾ കണ്ടു ജനങ്ങൾ സൈറൺ മുഴങ്ങി ബോംബാക്രമണം ഉണ്ടാകുമ്പോൾ അവരുടെ അടിസ്ഥാന സൗകര്യ ശൃംഖല സംരക്ഷിക്കാൻ വേണ്ടി മരണത്തെ ഭയക്കാതെ തെരുവിലേക്ക് ഇറങ്ങുന്നതാണ് നമ്മൾ കണ്ടത്. പാലങ്ങൾക്ക് ചുറ്റും, സ്കൂളുകൾക്ക് ചുറ്റും, ആശുപത്രികൾക്ക് ചുറ്റും ഒരു രാജ്യത്തെ ജനങ്ങളൊട്ടാകെ അണിനിരക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതായിരിക്കണം ഭ്രാന്തമായ യുദ്ധക്കൊതിയുള്ള ട്രംപിന് ഇന്നലെ പ്രഖ്യാപിച്ചതുപോലെ ഒരു അന്തിമ യുദ്ധം ഇറാൻ്റെ മേൽ അടിച്ചേൽപ്പിക്കാനാകാതെ പോയത്. അത് യഥാർത്ഥത്തിൽ മാനവരാശിയുടെ വിജയമാണ്. അല്ലായിരുന്നെങ്കിൽ 21-ാം നൂറ്റാണ്ടിലെ ഈ ദിവസം മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ ദിവസമായി മാറുമായിരുന്നു. യുദ്ധക്കൊതിയനായ ട്രംപിൻ്റെയും ഒരു കൊടുങ്കുറ്റവാളിയായ നെതന്യാഹുവിൻ്റെയും അഭീഷ്ടങ്ങൾക്ക് മുന്നിൽ ഒരു രാജ്യത്തെ ജനങ്ങൾ പൂർണ്ണമായിട്ടും അതിനെ ചെറുത്തുകൊണ്ട് വീരവൃത്തി വരിക്കുന്ന വളരെ ഹൃദയഭേദമായ ഒരു അവസ്ഥയിൽ നിന്ന് തൽക്കാലം ഇപ്പോൾ ലോകം മാറി നിൽക്കുന്നു. ഈ അർദ്ധവിരാമത്തിൽ സംഭവിക്കുന്നത് ഇറാൻ 10 ആവശ്യങ്ങൾ ഈ യുദ്ധം അവസാനിപ്പിക്കാനായിട്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഹോർമൂസ് കടലിടുക്കിൻ്റെ മുകൾ ഇറാനുള്ള പരമാധികാരം അംഗീകരിക്കപ്പെടുക എന്നുള്ളതാണ്. ലോകരാഷ്ട്രങ്ങൾ അംഗീകരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ആവശ്യമായി ഉന്നയിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, ഇത്തരത്തിലുള്ള യുദ്ധങ്ങൾ പൂർണ്ണമായി അവസാനിപ്പിക്കണം. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ യുദ്ധത്തിൽ സംഭവിച്ച നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം അമേരിക്കയിൽ നിന്ന് ഇസ്രായേലിൽ നിന്ന് ലഭിക്കണം. ഇതാണ് ഇറാൻ മുന്നോട്ട് വെച്ച 10 ഇനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഇവ നമുക്ക് പരിശോധിച്ചാൽ തന്നെ അറിയാം, ഇതെല്ലാം തന്നെ ട്രംപിൻ്റെയും നെതന്യാഹുവിൻ്റെയും യുദ്ധക്കൊതി കൊണ്ടും എണ്ണ പിടിച്ചെടുക്കാനുള്ള ദുര കൊണ്ടും മാത്രം സംഭവിച്ചതാണ്. കാരണം ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് വരെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുടെയും കപ്പലുകൾക്ക് യാതൊരു ചുങ്കവും കൊടുക്കാതെ അതുപോലെ വളരെ സ്വതന്ത്രമായിട്ട് ഹോർമൂസ് കടലിടുക്കിലൂടെ യാത്ര ചെയ്യാമായിരുന്നു. ആ കടലിടുക്കിന് മേൽ ഒരവകാശവാദവും ഇറാനോ ഒമാനോ ഉന്നയിച്ചിട്ടില്ല. ഈ 2 രാജ്യങ്ങളുടെ മധ്യത്തിലൂടെ കടന്നു പോകുന്ന ഈ കടലിടുക്കിൻ്റെ മുകളിൽ ഒരു അവകാശവാദം ഉന്നയിച്ചിരുന്നില്ല. ആ ഒരു അവസ്ഥയിൽ നിന്ന് ഈ 40 ദിവസം പിന്നിടുമ്പോൾ ലോകമാകെ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുന്ന തരത്തിൽ ചരക്ക് നീക്കം പൂർണ്ണമായി നിൽക്കുകയും ലോകത്തിലെ പല രാജ്യങ്ങളിലും അസംസ്കൃത എണ്ണയുടെ വില 5-10 ഇരട്ടിയായി മാറി. അതുപോലെ തന്നെ പല ഇടങ്ങളിലും അവശ്യ വസ്തുക്കൾ ലഭിക്കാതെയായി. ഇത്തരത്തിൽ വളരെ പ്രയാസമേറിയ ഒരു സാഹചര്യം ഉണ്ടായി എന്ന് മാത്രമല്ല, ഇപ്പോൾ ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യങ്ങൾ അത് തികച്ചും ന്യായമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ മുകളിൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു യുദ്ധമാണിത്. ആ യുദ്ധത്തിൻ്റെ ചെലവുകൾ വഹിക്കാനായിട്ടും അതുപോലെ തന്നെ ഭാവിയിൽ ഇത്തരം കാര്യങ്ങൾ ഇല്ലാതിരിക്കാനും ഹോർമൂസ് കടലിടുക്കിൻ്റെ മുകളിലുള്ള അവകാശമാണ് അവർ ചോദിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഈ അമേരിക്കൻ അധിനിവേശം പൂർണ്ണമായിട്ട് ഈ പറയുന്ന പശ്ചിമേഷ്യയിൽ നിന്ന് മാറണം. അവരുടെ ബേസുകൾ, അതായത് സൈനിക ബേസുകൾ ഇല്ലാതാവണം. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെ അംഗീകരിക്കാതെ ഇവർ യുദ്ധം നിർത്തുകയും ഇല്ല. എന്നാൽ ട്രംപിനാകട്ടെ ഈ രീതിയിൽ അവരുടെ മുകളിൽ ഒരിക്കലും, ആ രാജ്യത്തിൻ്റെ മുകളിൽ ഒരിക്കലും ഒരു അവകാശം സ്ഥാപിക്കാൻ സാധിക്കുകയുമില്ല. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇത്തരത്തിലുള്ള യുദ്ധക്കൊതി, ഇപ്പോൾ ഹിറ്റ്ലറിൻ്റെ യുദ്ധക്കൊതി അവസാനിച്ചത് ദശലക്ഷക്കണക്കിന് ജൂതന്മാരുടെയും അതുപോലെ തന്നെ മറ്റ് സാധാരണ മനുഷ്യരുടെയും മരണത്തിലാണ്. ഇത് കൃത്യമായി അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ആ ജൂതന്മാർ അവരുണ്ടാക്കിയ രാഷ്ട്രമാണ് ഇസ്രായേൽ.
ഈ ഇസ്രായേലാണ് ഇന്ന് ഹിറ്റ്ലറേക്കാൾ മോശമായ രീതിയിൽ ലോകാധിനിവേശത്തിന് വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ ചരിത്രത്തിൽ നിന്ന് പാഠങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ചരിത്രത്തിൽ നിന്ന് പാഠങ്ങൾ പഠിക്കാതിരിക്കുന്നതാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയ്ക്കും അതുപോലെ ഇസ്രായേലിനും സംഭവിക്കുന്നത്. ചരിത്രത്തിൽ ഇത് രണ്ടാം ലോകമഹായുദ്ധകാലത്ത് നടന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ വീണ്ടും ഒരു മൂന്നാം ലോകമഹായുദ്ധത്തിൻ്റെ സാഹചര്യത്തിൽ ആവർത്തിക്കുന്നതിലേക്കാണ് ഇപ്പോൾ ഈ യുദ്ധത്തിലൂടെ നെതന്യാഹുവും ട്രംപും പോയത്. പക്ഷേ ഇന്നിപ്പോൾ ഇതിന് ഒരു താൽക്കാലിക വിരാമം ആയിരിക്കുകയാണ്. 40-ാം ദിവസത്തിൽ ഒരു താൽക്കാലിക വിരാമം ആയിരിക്കുകയാണ്. ഇത് ഒരു ശാശ്വതമായ വിരാമം ആയി മാറ്റുക എന്നുള്ളതാണ് ഈ ലോകരാജ്യങ്ങളുടെ മറ്റു ലോകരാജ്യങ്ങളുടെയും അതുപോലെ തന്നെ യുണൈറ്റഡ് നേഷൻസ് എന്ന സംഘടന ഉണ്ടോ ഇല്ലയോ എന്ന് ഈ പറയില്ല, ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം, ഉണ്ടെങ്കിൽ അവരുടെയും പ്രധാനപ്പെട്ട കർത്തവ്യം.